സുഭാഷിതം തയ്യാറാക്കിയത് ഡോക്ടർ ഷിജുമോൻ ജോസഫ്. ശബ്ദം ശ്രീലത മധു പയ്യന്നൂർ. ഈ കാലവും കടന്നു പോകും. ജീവിതയാത്രയിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും കേൾക്കേണ്ടി വരുന്ന വാക്കുകളാണ് ഈ കാലവും കടന്നു പോകും എന്നത്. ഈ ആഖ്യാനത്തിന്റെ മനോഹാരിതയും സാരവും അതിന്റെ അർത്ഥത്തിൽ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നമ്മെ സാന്ത്വനിപ്പിക്കുന്ന, ആശ്വാസമാകുന്ന ആപ്തവാക്യമാണ്. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന താങ്ങാനാവാത്ത സങ്കടങ്ങളോ അതുല്യമായ സന്തോഷങ്ങളോ ഉണ്ടാകുമ്പോൾ ഈ വാക്കുകൾ വളരെ അർത്ഥമേറിയതായി മാറുന്നു. പ്രായോഗികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതം സ്ഥിരം നിലയിൽ കഴിയുന്ന ഒന്നല്ല. ലോകത്തിലൊന്നും സ്ഥിരമല്ല. എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടവ തന്നെയാണ്. ഒറ്റയ്ക്കാണെന്ന് ഉറപ്പായാൽ എത്ര ദൂരേക്ക് വേണമെങ്കിലും ഒരാൾ പോകും. പോകാതെ മറ്റു തരമില്ല. അതുകൊണ്ടാണ് നിർബന്ധ സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആരും ഒരു നിബന്ധനകളുമില്ലാത്ത പ്രകടനങ്ങൾ കാഴ്ചവെക്കും എന്നതിൽ സംശയമില്ലാത്തത്. ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് എല്ലാവരും എപ്പോഴും കൂടെയുണ്ടാവില്ല എന്നതാണ്. അനുഭവമാണ് ഏറ്റവും നല്ല അധ്യാപകൻ എന്നല്ലേ പറയുക? എന്നാൽ ആരെക്കാളും ഏറ്റവും ക്രൂരമായിട്ടാവും അത് നമ്മെ പഠിപ്പിക്കുക. സഹിക്കാൻ പറ്റില്ല എന്ന് കരുതുന്നതെന്തും സഹിക്കാൻ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് അനുഭവങ്ങൾ. ഞാൻ ആർക്കും വേണ്ടാത്തവനാണ്, അല്ലെങ്കിൽ എന്നെ ആർക്കും വേണ്ട എന്ന തോന്നൽ ഒരു രോഗമായി വേണം കണക്കാക്കാൻ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടാലും അപമാനിക്കപ്പെട്ടാലും ഒന്നിനും കൊള്ളില്ല എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും കേട്ടാലും കൂടുതൽ വാശിയോടെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിറകെ മാത്രം പോവുക. തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടാവണം നിങ്ങൾക്ക്. ഒരാൾ ഏറ്റവും ഭംഗിയുള്ളവരാകുന്നത് സ്വയം സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ്. അതിലൂടെ അതുവരെ ഉണ്ടാവാത്ത ആത്മവിശ്വാസവും ധൈര്യവും നിങ്ങൾക്ക് കൈവരും. അങ്ങനെ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ളവരായി മാറും. മുറിച്ചു മാറ്റിയ ഒരു മരത്തിന്റെ വേരിൽ നിന്നും പുതിയ നാമ്പുകൾ മുളയ്ക്കാറുണ്ട്. ഇത് പ്രകൃതിയുടെ അസാധാരണമായ പുനർജനന ശേഷിയെക്കുറിച്ചുള്ള ഉദാഹരണമാണ്. മരത്തിന്റെ മുകളിലെ ഭാഗങ്ങൾ നശിച്ചാലും വേരുകൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ പുതിയ തളിരുകൾ മുളയ്ക്കുന്നതിന് സാധ്യതയുണ്ട്. ചിലപ്പോഴെങ്കിലും ഈ പുതിയ നാമ്പുകൾക്ക് പിന്നീട് ഫലവും കായ്ക്കും. ഇത് ജീവിതത്തിൽ എത്രത്തോളം ശക്തമാണെന്നും പ്രതീക്ഷ വെറുതെയല്ലെന്നും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഒരാൾക്ക് പരമാവധി ചെറുതായി പോലും ശ്വാസമെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടെന്ന് അത് വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടുവെന്ന് തോന്നിയാൽ പോലും പുതുജീവിതത്തിന് പ്രതീക്ഷകൾ നിലനിൽക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തായിരുന്നാലും, രോഗങ്ങളോ മരണമോ ഡിവോഴ്സോ തുടങ്ങി എന്തെല്ലാം ദുരന്തങ്ങളിലൂടെ കടന്നുപോയാലും, ഇനി അതിലും മോശമായത് സംഭവിച്ചാലും അവയൊന്നും നിങ്ങൾക്ക് നിരാശപ്പെടാനോ ദുഃഖിക്കാനോ ദുരിതമനുഭവിക്കാനോ വിഷാദാവസ്ഥ ഉണ്ടാകാനോ ഒന്നുമുള്ള കാരണങ്ങളാവാൻ പാടില്ല. കാരണം നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് ഒന്നുമില്ലാതെയാണ്. നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണമാകുമെന്നോ സമ്പന്നത ഉണ്ടാകുമെന്നോ സുഖകരമായ ജീവിതമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നോ ഒക്കെയുള്ള യാതൊരു ഉറപ്പും ആരും നൽകാതെയാണ് നിങ്ങൾ ഇവിടെ ജനിച്ചത്. ഈ ലോകം വെടിഞ്ഞ് നിങ്ങൾ കടന്നു പോകുമ്പോഴും ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒന്നും കൊണ്ടുപോകാനുമാകില്ല. ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ ദുഃഖിക്കുമ്പോഴും നിരാശപ്പെടുമ്പോഴും മറ്റുള്ളവരങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മൾ നമ്മുടെ തന്നെ ശത്രുവായി മാറുകയാണ്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതം ദുരിതപൂർണമാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശത്രു മറ്റൊരാളല്ല, നമ്മൾ തന്നെയാണ്. നമ്മൾ വന്നപ്പോഴും ഒന്നും കൊണ്ടുവന്നില്ല,
പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നുമില്ലെങ്കിൽ ഇതിനിടയിലുള്ള ജീവിതം നമുക്ക് ലാഭം മാത്രമാണ്. ചെടികളുടെ ചില്ലകൾ വെട്ടി ഒതുക്കുമ്പോൾ അവ ഒരിക്കലും ആ മുറിവുകളുടെ ദുഃഖകഥകൾ പറയാറില്ല. മറിച്ച് അത് അവയുടെ പുതിയ തുടക്കവും പുതിയ പൂക്കളും മുളയ്ക്കാനുള്ള അവസരങ്ങളുമാണ്. അതായത് നല്ല കാലമായാലും കെട്ടകാലമായാലും അവയൊന്നും ഒരുപാടു കാലം നിലനിൽക്കില്ല. എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായേ പറ്റൂ. എല്ലാറ്റിനെയും അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമാണ് നാം പഠിക്കേണ്ടതും പരിശീലിക്കേണ്ടതും. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിർണയിക്കേണ്ടത് രണ്ടു കാര്യങ്ങളിൽ നിന്നാണ്. ഒന്നാമത്, നാം നഷ്ടങ്ങളുടെ ഭാരവും ചുമന്ന് കരഞ്ഞുകൊണ്ട് ജീവിതം തീർക്കുക. അല്ലെങ്കിൽ ശേഷിക്കുന്ന നല്ല കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. ഓരോ നിരാശയിലും ചെറിയ സാധ്യതകൾ എങ്കിലും ഉണ്ടാകും. അവ തിരിച്ചറിയാൻ കണ്ണിലെ ജ്വാല കെടാതിരുന്നാലും മതി. സങ്കടങ്ങൾ മനസ്സിനെ തകർക്കുമ്പോൾ ഈ കാലവും കടന്നുപോകും എന്ന വാക്കുകൾ നമുക്ക് ആശ്വാസമായി മാറുന്നു. എന്നാൽ നമുക്ക് പ്രതീക്ഷകൾ നിറഞ്ഞ അനുഭവങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകുമ്പോൾ ഈ കാലവും കടന്നുപോകും എന്ന വാക്കുകൾ നമ്മെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു നയിക്കുന്നു. സങ്കടത്തിലും സന്തോഷത്തിലും നമ്മൾ വ്യത്യാസമില്ലാതെ നിലകൊള്ളാൻ പഠിക്കുമ്പോഴാണ് ജീവിതം ശരിയായി മനസ്സിലാകുന്നത്. ജീവിതം ഒരു അനന്തമായ യാത്രയാണെന്ന് മനസ്സിലാക്കണം. എല്ലാം മാറും, ഒന്നും സ്ഥിരമായിരിക്കാൻ പോകുന്നില്ല. ഈ സത്യം മനസ്സിലാക്കിയാൽ നമുക്ക് ജീവിതം കൂടുതൽ സൗന്ദര്യമാർന്നതും സമാധാനപൂർണവുമാകും.